ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സൈനസിലെ കഫം പൂർണ്ണമായിട്ട് നമുക്ക് അലിയിച്ചില്ലാതാക്കാൻ പറ്റും. ഇത് ഈ നെറ്റിയുടെ ഈ ഒരു പിരികത്തിന്റെ ഭാഗത്ത് വളരെ പൊന്തി നിൽക്കുന്ന രീതിയിലേക്ക് വന്നിട്ട് ഭയങ്കരമായി തലവേദന എടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തലവേദന എടുക്കാനുള്ള മെയിൻ കാരണം നമുക്ക് ഈ ഒരു സൈനസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കഫം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു തലവേദന വിട്ടുമാറാത്തത്. ഗുളിക കഴിച്ചാലൊന്നും മാറുന്ന ഒരു സാധനമേ അല്ല ഇത്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചിലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 ഐറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഇതൊരു ഒറ്റമൂലിയാണ്. നമുക്ക് പനിക്കൂർക്ക, ഞവരയില എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സൈനസിലെ കഫം പൂർണ്ണമായിട്ട് നമുക്ക് അലിയിച്ചില്ലാതാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഏകദേശം ഒരു 5 പനിക്കൂർക്കട ഇല, അതായത് ഇപ്പം ഒരു തണ്ടിൽ തന്നെ ഇപ്പോൾ ഒരു 5-6 ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഒരു 5 പനിക്കൂർക്കട ഇല നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അടിച്ചാലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിച്ചിക്കറി എടുക്കുന്നേ ഉള്ളൂ. ഈ ഇരിക്കുന്ന കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ. നമ്മുടെ ചൂടുവെള്ളം കൊണ്ടുവച്ചിരിക്കുകയാണ്. ഈ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു പനിക്കൂർക്കട ഇല, അതായത് 5 പനിക്കൂർക്കട ഇല ഇങ്ങനെ ഇടുന്നുണ്ട്. ഇനി നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നെങ്കിൽ ഒരു തുണി വല്ലതും മുളകിട്ട് നമ്മൾ ആവി പിടിക്കുമല്ലോ, ആ ഒരു ആവി പിടിച്ചാൽ മാത്രം മതി. അതെല്ലാം നിങ്ങൾ ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഈ വെള്ളം ചതച്ചിട്ട് നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ആവി പിടിക്കാം. അത് ഒരു മാർഗ്ഗമാണ്, വളരെ സിമ്പിൾ മാർഗ്ഗമാണ്. ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ഉപ്പിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന നമുക്കറിയാം ഈ ഒരു പനിക്കൂർക്കട ഇല കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് കുറച്ച് ഈ പൊടിയുപ്പ്, കല്ലുപ്പുണ്ടെങ്കിൽ അതായാലും മതിയാകും. ഇതുപോലുള്ള കല്ലുപ്പ് എടുക്കുക, വീണ്ടും കുറച്ച് തിളപ്പിച്ച വെള്ളം എടുക്കുക, കുറച്ച് ഉപ്പ് മാത്രം, ഇത്രത്തോളം ഉപ്പ് എടുക്കുന്നുണ്ട്. ഈ ഉപ്പ് ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക്, ചൂടുവെള്ളത്തിലേക്ക് ഇടുക കേട്ടോ. നമുക്ക് ആവി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈനസിലെ കഫം പൂർണ്ണമായിട്ടും അലിയിച്ചില്ലാതാക്കാൻ പറ്റും.